ഒരു വാക്ക് ത്രൂ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോ നമുക്കൊരു വാക്ക് ത്രൂ ചെയ്യണം. നമുക്ക് ഈ ക്യാമറ ഇതിന്റെ ചുറ്റും റൗണ്ട് ചെയ്യുന്ന രീതിയിൽ ആദ്യം നമുക്ക് റൗണ്ട് നോക്കാം. ഇവിടെ ഷേപ്സിൽ വന്ന് ഒരു സർക്കിൾ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് പാത്ത് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് വ്യൂയിലോ ലെഫ്റ്റ് വ്യൂയിലോ വരിക. നമ്മൾ വരച്ച പാത്തിനെ ഒരു ക്യാമറ വ്യൂവിലേക്ക് സെറ്റ് ചെയ്യുക, എത്ര ഹൈറ്റിൽ വേണം എന്നുള്ള രീതിയിൽ. എന്നിട്ട് ക്യാമറയിൽ വരിക, ഒരു ക്യാമറ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മള് വീണ്ടും ടോപ്പ് വ്യൂവിൽ വരിക. നമുക്ക് ക്യാമറനെ ഈ സർക്കിളിലേക്ക് ആഡ് ചെയ്യണം. സർക്കിള് നമുക്ക് ഒന്നുകൂടി സ്മൂത്ത് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സൈഡ്സ് ഒരു 32 കൊടുക്കാം. ഇവിടെ നമ്മള് ക്യാമറ ഈ റൗണ്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിട്ട് ക്യാമറ സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷനിൽ വന്നു കഴിഞ്ഞാല് കൺസ്ട്രെയിൻ കാണാം. അതില് പാത്ത് കൺസ്ട്രെയിൻ കൊടുക്കുക. അതിനുശേഷം പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്യാമറ അതിലേക്ക് ആഡ് ആകും. ഇപ്പൊ ക്യാമറ ആഡ് ആയ അതേ മൂവിങ്ങിലായിരിക്കും ക്യാമറ ഫുള്ള് സർക്കിൾ ആവുക. നമുക്ക് ഇവിടുത്തെ ഈ ഫ്രെയിം മൂവ് ചെയ്താൽ കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരേ പൊസിഷനിലാണ് ക്യാമറ ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സീറോയില് ഇവിടെ ഫ്രെയിം കണ്ടില്ലേ, സീറോ എന്നുള്ള. അപ്പോ ഈ ഫ്രെയിം സീറോയില് വെച്ചിട്ട് തന്നെ ക്യാമറ സെലക്ട് ചെയ്യുക. ഇവിടെ റൊട്ടേഷൻ അടിക്കുക. ക്യാമറയുടെ റൊട്ടേഷൻ ഒന്നും ചേഞ്ച് ചെയ്യും. നമ്മള് ക്യാമറന്റെ വ്യൂ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ക്യാമറ വ്യൂയിലേക്ക് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോ ക്യാമറ വ്യൂയിലേക്ക് പോവാ. കുറച്ച് ഇതിന്റെ ബിൽഡിംഗ് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്കിവിടെ ഫ്രീ ക്യാമറ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് രണ്ടു മൂന്ന് രീതിയിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാം. ഒന്നെങ്കിൽ ഇവിടുത്തെ സർക്കിളിന്റെ റേഡിയസ് ചേഞ്ച് ചെയ്യാം.
ക്യാമറ വ്യൂവിലേക്ക് പോവാം. ഇപ്പൊ ക്യാമറ വ്യൂവിൽ ഫുള്ള് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇപ്പൊ ടോപ്പ് വ്യൂവിൽ വന്നാൽ കാണാൻ നമ്മളിവിടെ കീ സെറ്റ് ചെയ്തിട്ടുള്ളത് ക്യാമറ വ്യൂ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള രീതിയിലാണ്. ഇനി നമുക്കിവിടെ ഓട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ക്യാമറ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വ്യൂ തിരിച്ചു കൊടുക്കണം. ഇപ്പൊ ക്യാമറ ഇവിടെ വെച്ച് ഫ്രെയിം 2-ലാണുള്ളത്. ക്യാമറ വ്യൂവിൽ വന്ന് ഇത്രേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ വീണ്ടും ടോപ്പ് വ്യൂവിൽ വന്ന് റൊട്ടേഷൻ ചെയ്ത് കൊടുക്കുക ക്യാമറന്. ഒരു ക്യാമറ വ്യൂ നോക്കി വയർ ഫ്രെയിം മാറ്റിട്ട് ഷെയ്ഡഡ് ആക്കി കൊടുത്ത് ഇനി ഞാൻ ഇവിടെ ഫ്രെയിം ഒന്നുകൂടി നീക്കി ക്യാമറ സെലക്ട് ചെയ്ത് വ്യൂ സെറ്റ് ചെയ്ത് ക്യാമറ വീണ്ടും നീക്കി ഇതേപോലെ വീണ്ടും വ്യൂ സെറ്റ് ചെയ്യുക. അങ്ങനെ ഫ്രെയിം നീക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ക്യാമറന്റെ വ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രെയിമിന്റെ എണ്ണം കൂട്ടുന്തോറും റെൻഡറിങ്ങിനും ക്ലാരിറ്റി ഉണ്ടാവും, അതുപോലെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും. അപ്പൊ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കീ ഓഫ് ചെയ്യാം. കണ്ടോ അനിമേഷൻ ആയിട്ടുണ്ട്. ഇതിനൊരു പ്ലെയിൻ ആണ് കൊടുത്തത്, ഫ്ലോർ വെച്ചിട്ടില്ല. ഒരു പ്ലെയിൻ ആഡ് ചെയ്ത് ഇവിടെ നമ്മളിനി ക്യാമറ വ്യൂവിൽ വരിക. ക്യാമറ വ്യൂവിൽ വന്ന് ഇവിടെ താഴത്തൊരു കീ കാണാൻ പറ്റും, കണ്ടോ? പ്ലേ അതേപോലെ നമുക്ക് ഈ പ്ലേ ക്ലിക്ക് ചെയ്യാം.
നമ്മൾ ചെയ്ത വർക്ക് ഓക്കെ ആണെന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ റെൻഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് ബോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ ആനിമേഷൻ എങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ പ്ലേ അടിക്കുമ്പോൾ കാണാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്താൽ കണ്ടോ ക്യാമറ റൊട്ടേഷന്. ഇതിപ്പോ പെട്ടെന്ന് തിരിയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ ഫ്രെയിം കണ്ടോ 30 ഫ്രെയിമാ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ താഴത്ത് 30 ഫ്രെയിമാ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോ നമ്മള് 100, 200, 500, 1000, 2000, 3000 കൊടുക്കുന്നതിനനുസരിച്ച് ക്യാമറന്റെ മൂവിങ് സോഫ്റ്റ് ആയിട്ട് സ്ലോ മോഷനിൽ വരും. ഇതിപ്പോ ഫ്രെയിം കുറവായത് കാരണം ഇങ്ങനെ പെട്ടെന്ന് തിരിയുന്നത് കണ്ടില്ലേ? ഞാനിപ്പോ ഈ ക്യാമറയും ലൈനും ഡിലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ ഇങ്ങനെ ഒരു ആംഗിളിൽ നിന്ന് വന്നിട്ട് നേരെ എൻട്രൻസിലേക്ക് കയറണം. അപ്പൊ അത് നോക്കാം. അതിനു വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്ത് കൊടുക്കാം ഫ്ലോറിന് വേണ്ടിട്ട്. അതേപോലെ ഇവിടെ ഒരു റോഡ് വേണം അല്ലെ? അപ്പൊ ഒരു പ്ലെയിൻ എടുത്ത് ഇവിടെ ഒരു റോഡ് കൊടുത്ത് ഇവിടെ ഞാൻ ഇന്റർലോക്കിന്റെ മെറ്റീരിയൽ കൊടുക്കാണ്. അതേപോലെ റോഡിന്റെ ടെക്സ്ചറും വേണം. റോഡ് മാപ്പ് സ്കെയിൽ ചെയ്യാം.
റോഡിന് നമുക്ക് UVW മാപ്പിംഗ് കൊടുക്കാം. ഇനി ടോപ്പ് വ്യൂല് വരുന്നത് നമ്മളൊരു ലൈൻ എടുക്കുക. ജസ്റ്റ് ലൈന് ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ടാണ് വരേണ്ടതെന്ന് വെച്ചാല് അതേപോലെ ലൈനില് വരച്ചു കൊടുത്ത്
ഞാൻ ഈ ലൈന് ഡിലീറ്റ് ചെയ്യണേ. ടോപ്പ് വ്യൂല് വന്ന് പുതിയൊരു ലൈൻ എടുത്ത് നമുക്ക് വാക്ക് ത്രൂ ഇവിടുന്ന് തുടങ്ങുന്നത്. അപ്പോ അതിനനുസരിച്ച് ലൈന് സെറ്റ് ചെയ്ത് ഈ ലൈനെ നമുക്ക് ഇങ്ങനെ കട്ടിങ് ഉള്ളതൊക്കെ ഒന്ന് കോർണർ ആക്കി സ്മൂത്ത് ആക്കി കൊടുക്കണം. അതിന് വേണ്ടിട്ട് നമ്മുടെ വെർട്ടെക്സ് എടുത്ത് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്മൂത്ത് കാണാം. സ്മൂത്ത് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഫില്ലറ്റ് യൂസ് ചെയ്യുക. ചില സമയത്ത് സ്മൂത്ത് നമ്മൾ പ്രതീക്ഷിച്ച അളവിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. വെർട്ടെക്സ് എടുത്ത് ഓക്കെ. ഇനി ഫ്രണ്ട് വ്യൂയിലോ ലെഫ്റ്റ് വ്യൂയിലോ വരിക. ലൈനിനെ എടുത്തിട്ട് ഒരു ഹൈ ലെവലിൽ വെച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ക്യാമറ ആഡ് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഞാൻ ക്യാമറ എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആനിമേഷനിൽ പോവുക, കൺസ്ട്രെയിൻ ചെയ്യുക. ഇവിടെ പാത്ത് കൺസ്ട്രെയിൻ അതടിക്കുക, ലൈനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ക്യാമറ നമുക്ക് ആ ലൈനിൽ കയറി കൂടിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ക്യാമറ വ്യൂ. ഇത് ഇതേപോലെ നമുക്ക് ഇതിപ്പോ സ്പീഡിലായിരിക്കും അല്ലെ ക്യാമറ പാത്ത് പോകുന്നത്. 30 ഫ്രെയിം പെട്ടെന്ന് പോകും. അപ്പൊ എന്ത് ചെയ്യാ, നമുക്കിവിടെ ഈ 30 എന്നുള്ള ഫ്രെയിമിന്റെ എണ്ണം കൂട്ടണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ടൈം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, കണ്ടില്ലേ? ഈ ടൈം കോൺഫിഗറേഷൻ എന്നുള്ളതിലാണ് നമ്മൾ ഈ ഫ്രെയിമിന്റെ വാല്യൂ കൂട്ടുക. അവിടെ ഇപ്പൊ 30 വരെയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് സ്ലോ മോഷനിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ക്യാമറ സ്പീഡിൽ മൂവ്മെന്റ് ആവും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ടൈം കോൺഫിഗറേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ടാബിൽ ഓപ്പൺ ആയി വരും. ഇതിൽ തന്നെ കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. സ്റ്റാർട്ട് ടൈം നമ്മൾ എപ്പോഴും 0-ലായിരിക്കും കീപ്പ് ചെയ്യുക. എൻഡ് ടൈം 30 ചെയ്യും. അപ്പൊ ഈ 0 കൂട്ടിയിട്ടാണ് നമ്മുടെ ഫ്രെയിം കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 31. നമുക്ക് ഇവിടെ 30 എന്നുള്ളത് ഒരു 100 ആക്കി കൊടുക്കാം. അതിനുശേഷം ഓക്കെ അടിക്കുക. ഇപ്പൊ ഇവിടെ താഴെ കണ്ടില്ലേ, നമ്മള് 30 ഉണ്ടായിരുന്നത് 60, 70, 80, 90, 100 നമ്മൾ കൊടുത്ത വാല്യൂ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 30-ലായിരുന്നു നമ്മൾ നേരത്തെ കീ സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെ കണ്ടോ 30-ൽ ഇപ്പൊ ഇവിടെ കീ ഉണ്ട്, ഇതാണ് എൻഡ് കീ. അതേപോലെ സ്റ്റാർട്ടിങ്ങിലും ഒരു കീ ഉണ്ടാവും, കണ്ടില്ലേ, ഒരു ബ്ലാക്ക്, അതാണ് സ്റ്റാർട്ടിങ് കീ. അപ്പൊ ഈ എൻഡ് കീ 30-നെ നമ്മൾ എന്ത് ചെയ്യണം, മൂവ് ചെയ്തിട്ട് 100-ല് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രെയിമിങ് ആനിമേഷൻ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് കീ 0-യും എൻഡ് കീ 100-ഉം ആയിരിക്കും.
നമുക്ക് ഇവിടെ കീ സെറ്റ് ചെയ്യുക, ഓട്ടോ കീ ഓൺ ആക്കി കൊടുക്കുക. ഓട്ടോ കീ ഓൺ ആക്കി കഴിഞ്ഞാലാണ് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് കമ്പ്യൂട്ടർ സേവ് ആക്കി വെക്കുള്ളൂ. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഫ്രെയിം 0 സ്റ്റാർട്ട് ചെയ്യാണ്. ഫ്രെയിം 0 സ്റ്റാർട്ട് ചെയ്ത് ഫ്രെയിം 10 എത്തുമ്പോ എനിക്ക് ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ആവണം. അപ്പൊ ഞാനിവിടെ ക്യാമറ ചെറുതായിട്ട് റൊട്ടേഷൻ ആക്കി. ഇനി മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ എത്തുമ്പോ ഒന്നുകൂടി ക്യാമറ റൊട്ടേറ്റ് ആവണം. ക്യാമറ തിരിച്ചു കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോയി ക്യാമറ റൊട്ടേറ്റ് ആയി, വീണ്ടും പോയി. വ്യൂവിനനുസരിച്ച് ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ കമാൻഡ് കൊടുക്കുമ്പോഴും ഇവിടെ കീ ആഡ് ആവും. ഒരു ഗ്രീൻ കളർ കണ്ടില്ലേ താഴത്ത്? ഇനി നമ്മള് ഈ റൂമിലേക്ക് കേറാൻ പോവാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോ നമുക്ക് ഇവിടെ ഡോർ ഓപ്പൺ ആവണം. അതിനു വേണ്ടിയിട്ട് ഡോർ സെലക്ട് ചെയ്യുക. ഇവിടെ ഹയറാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അഫക്റ്റ് പിവറ്റ് ഓൺലി അത് കൊടുക്കുക. അഫക്റ്റ് പിവറ്റ് ഓൺലി കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ചോദിക്കും എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോ ഈ ഡോറിന്റെ ഒരു എഡ്ജിലേക്ക് അഫക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓട്ടോ കീ ഓണ് തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓട്ടോ കീ ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ നമ്മുടെ ഡോറ് ഓട്ടോമാറ്റിക് പഴയ പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലേ കൊടുത്തു നോക്കാം. കണ്ടില്ലേ? ഇതിപ്പോ ഒരു ലൈനിൽ കൊടുത്ത വാക്ക് ത്രൂ മാത്രമാണ്. നമ്മളൊരു വാക്ക് ത്രൂ സെറ്റ് ചെയ്യുമ്പോ ഒരു 5 or 6 ലൈനൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മള് ഒരു സൈഡ് വ്യൂ ക്യാമറ പോകുന്നത് ഇങ്ങനെ കാണിച്ച് ഇപ്പോ ഇത്രയും കാണിക്കാം. റോഡിൽ നിന്നുള്ള ആക്സസ് നമുക്ക് ചിലപ്പോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.
എന്നിട്ട് അടുത്ത ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ബിൽഡിങ്ങിലേക്ക് സൂമായി വരുന്ന രീതി കാണിക്കാം. നമ്മുടെ ലൈൻ എടുത്ത് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് ഫ്രണ്ട് വ്യൂവിൽ വന്ന് ലൈനിന്റെ പൊസിഷൻ ചെയ്തോട്ട് കിട്ടും. അവിടെ ലെഫ്റ്റ് വ്യൂവിൽ വന്ന് ഒരു ക്യാമറ ആഡ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ വന്ന് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്ത് ആനിമേഷനിൽ പോയി കൺസ്ട്രെയിൻ ചെയ്ത് പാത്ത് കൺസ്ട്രെയിൻ കൊടുത്ത് പാത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത് ഇപ്പൊ ക്യാമറ പാത്തിൽ ആഡ് ആയി. ഇത് 59-ലാണ് ഞാനിവിടെ ഈ ക്യാമറ സെറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മുതൽ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോവാ. ക്യാമറ സെലക്ട് ചെയ്ത് ആനിമേഷൻ കൺസ്ട്രെയിൻ പാത്ത് കൺസ്ട്രെയിൻ സെലക്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് നേരത്തെ ചെയ്ത പോലെ ക്യാമറ വ്യൂവിൽ വരാം. ഓട്ടോ കീ ഓൺ ചെയ്ത് ഓട്ടോ കീ ഓഫ് ചെയ്തു. ഇപ്പൊ നമ്മള് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കീ ഫ്രെയിമിൽ 2 ക്യാമറ ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മള് വാക്ക് ത്രൂ സെറ്റ് ചെയ്യുമ്പോ ആദ്യം ഒരു ലൈനില് ക്യാമറ വെച്ച് കൊടുക്കുക. ഓക്കെ ആയി റെൻഡർ ചെയ്തതിന് ശേഷം അടുത്ത ലൈനില് ക്യാമറ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പോ ഞാൻ 2ാമത്തെ ലൈനിൽ ക്യാമറ വെച്ചതാണ്. നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ഇത്രയും റെൻഡർ ചെയ്യാം. പിന്നെ അടുത്ത ഡീറ്റെയിൽസ് നമ്മൾ റൂമിന്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈൻ വരച്ചിട്ട് നമുക്ക് ഇന്റീരിയറും കാണിക്കാം. അതേപോലെ സർക്കിൾ വെച്ചിട്ട് എക്സ്റ്റീരിയർ ചുറ്റും 360 ഡിഗ്രി ആയിട്ട് കാണിക്കാം. അങ്ങനെല്ലാം ചെയ്യാൻ പറ്റും. ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ലൈൻ വെക്കുക, ഷേപ്പ് വരക്കുക. ഈ ലൈനാണ് നമ്മുടെ ക്യാമറ പോകുന്ന വഴി. എന്നിട്ട് ക്യാമറ ആ ലൈനിലേക്ക് ആഡ് ചെയ്യുക. താഴെ ഓട്ടോ കീ ഓൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്യാമറ റൊട്ടേഷനും അറേഞ്ച്മെന്റ് എല്ലാം ചെയ്യാം. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെയാണ് വീറ ക്യാമറ ആഡ് ചെയ്യുന്നത്. വീറ ക്യാമറ നമ്മൾ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ് ആണ്. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ വീറ ക്യാമറയോട് കാണിച്ചതാ. ക്യാമറ എടുക്കുക, വീറയും വെക്കാം. വീറ ഫിസിക്കൽ ക്യാമറ. ടാർഗറ്റ് എപ്പോഴും നമ്മുടെ ബിൽഡിങ്ങിലായിരിക്കും. ക്യാമറയുടെ സെറ്റിങ്സ് കൊടുക്കുക. അവിടെ ക്യാമറ സെലക്ട് ചെയ്ത് ആനിമേഷൻ കൺസ്ട്രെയിൻ പാത്ത് കൺസ്ട്രെയിൻ.
ഇവിടെ ക്യാമറന്റെ ടാർഗറ്റ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നേരത്തെ ഫ്രീ ക്യാമറ ആയിരുന്നു അല്ലെ? ഓക്കെ. ഓക്കെ അല്ലേ? ഇനി ഇത് നമ്മൾ എങ്ങനെ റെൻഡർ ചെയ്യാം? സാധാ റെൻഡർ സെറ്റിംഗ്സ് ആയിരിക്കൂല. റെൻഡർ സെറ്റപ്പിൽ വരിക. ഇവിടെ സിംഗിൾ എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പൊ റെൻഡർ സെറ്റിംഗ്സ് ഉള്ളത്. ഇവിടെ സിംഗിൾ എന്ന് പറഞ്ഞാല് നമുക്ക് റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു റെൻഡർ പിക്ചറേ കിട്ടുള്ളൂ. നമ്മൾ ഇത്രയും കാലം നോക്കിയ റെൻഡർ സെറ്റിംഗ്സ് പോലെ നമ്മൾ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും റെൻഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറയുടെ ഒറ്റ വ്യൂ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ നമുക്ക് ഒരു വ്യൂ അല്ല വേണ്ടത്. അതിനു പകരം ഒരു 100 ഫ്രെയിം റെൻഡർ ചെയ്യാനുണ്ട്. നമ്മളിവിടെ ഫ്രെയിം സെറ്റ് ചെയ്തത് 100 എണ്ണാണ് അല്ലെ? 100 ഫ്രെയിം നമുക്ക് റെൻഡർ ചെയ്തെടുക്കണം. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് സിംഗിൾ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ഇവിടെ റേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 0 എന്നാണ്. അപ്പൊ 0 അവിടെ തന്നെ വെക്കുക. ഇനിയിപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വേണ്ട, ചെറിയൊരു പോർഷൻ ഒക്കെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഇവിടെ ഇപ്പൊ ക്യാമറ വ്യൂലാണുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നത്, കുറച്ച് മുന്നോട്ട് വന്നു. എനിക്ക് ഇവിടെ മുതലുള്ളത് മതി. അതായത് ഇപ്പൊ 68 അതൊരു 70 കൊടുക്കാം. അപ്പൊ ഇവിടെ റേഞ്ച് സ്റ്റാർട്ടിങ് ഞാനിവിടെ 70 കൊടുത്ത്. അതുപോലെ 2 എത്ര വരെ വേണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. നമ്മളെ വീഡിയോ എഡിറ്റിംഗിലൊക്കെ കണ്ടിട്ടില്ല, ട്രിം ചെയ്യുന്ന വീഡിയോ, അതേപോലെ ആവശ്യമില്ലാത്ത ഏരിയ കളഞ്ഞിട്ട് ആവശ്യമില്ല മാത്രം എടുക്കാം. പിന്നെ അങ്ങനെ ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര മതി. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ 88 ഓക്കെ, ഞാനൊരു 90 കൊടുത്തു. അപ്പൊ നമുക്ക് 20 ഫ്രെയിം ഡൗൺ റെൻഡർ ചെയ്താൽ മതി. അതിനുശേഷം നമ്മള് റേഞ്ചില് സ്റ്റാർട്ടിംഗ് പോയിന്റും സ്റ്റാർട്ടിംഗ് ഫ്രെയിമും എൻഡ് ഫ്രെയിമും സെറ്റ് ചെയ്തു. താഴെ വന്നു കഴിഞ്ഞാല് റെൻഡർ ഔട്ട്പുട്ട് എന്ന് കണ്ടില്ലേ? ഈ റെൻഡർ ഔട്ട്പുട്ട് നമ്മളിപ്പോ ഓരോ റെൻഡറിലും നമുക്ക് സേവ് ചെയ്യൽ എടുക്കില്ലല്ലോ. അപ്പൊ 20 അല്ലെങ്കിൽ 100 2000 ഫ്രെയിം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നും സേവ് ചെയ്യല് റിസ്ക് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ സേവ് ഫയലില് നമുക്ക് ഫയല് ബ്രൗസ് ചെയ്ത് കൊടുക്കാം. അപ്പോ ഇവിടെ വാക്ക് $70 to $80 അല്ല 90 അങ്ങനെ പേര് കൊടുക്കാം. ഫയൽ ഫോർമാറ്റ് ചോദിക്കും. നമുക്ക് JPG ആണെങ്കിൽ JPG ആയിട്ട് സേവ് ചെയ്യും, പിക്ചർ ബൈ പിക്ചർ ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് JPG ഫയൽ സേവ് ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്ന് പറഞ്ഞാല് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് പിക്ചർ ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൂടുതൽ ക്ലാരിറ്റി ഒന്നുകൂടി ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു ഡെമോ കാണിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ ഫോർമാറ്റ് ഉണ്ട്, AVI ഫയൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്ത്. അപ്പൊ ക്വാളിറ്റി ചോദിക്കുന്നുണ്ട്. ക്വാളിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. വീഡിയോ കൊടുത്ത് ഇവിടെ റെൻഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിം മുതൽ അങ്ങനെ റെൻഡർ ആയി വരും. 70 to 80. ഇതിപ്പോ നോർമൽ റെൻഡറിങ് ആണ്, വേറെ റെൻഡറിങ് അല്ല.
റെൻഡറിങ് ആകുമ്പോൾ ഓരോ ഫ്രെയിമും സേവ് ആവാൻ അതിനനുസരിച്ചുള്ള ടൈം കൂടി നമ്മൾ കാണേണ്ടി വരും. നമുക്കത് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ട് വീഡിയോ ഫോർമാറ്റിൽ. ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ, അതിന്റെ ഒരു വീഡിയോ കിട്ടിയില്ലേ? ഇങ്ങനെ പീസായിട്ട് നമുക്ക് വീഡിയോ റെൻഡർ ചെയ്തിട്ട് ആവശ്യമില്ലാത്തൊക്കെ നമ്മളിപ്പോ ഫ്രെയിം സെറ്റ് ചെയ്തില്ലേ 70 to 90 ആ ഫ്രെയിം കൊടുത്തു. അങ്ങനെ 2, 3, 4 വ്യൂ റെൻഡർ ചെയ്തിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗിൽ ഇട്ടിട്ട് ഒറ്റ ഫോർമാറ്റ് ആക്കണം. അപ്പോ ഇതൊന്ന് ട്രൈ ചെയ്യാം.